ADGP MR അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ലിസ്റ്റിൽപ്പെടുത്തിയ കാര്യം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ചില പ്രത്യേക താല്പര്യക്കാരാണ് സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു വിവാദ വിഷയമാക്കി കത്തിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ADGPയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം. അദ്ദേഹത്തിനെതിരെ PV അൻവർ MLA ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇദ്ദേഹത്തിൻ്റെ പല ചെയ്തികളും ചർച്ചാ വിഷയമായി, തർക്ക വിഷയമായി. ഇദ്ദേഹമാണ് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയത് എന്നൊരു ആരോപണമുണ്ടായി. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നൊരു ആക്ഷേപമുണ്ടായി. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളും തർക്ക വിവാദ വിഷയമായി. അതേക്കുറിച്ചൊക്കെ അന്വേഷണത്തിന് ഓർഡർ ഇട്ടു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്രിതല അന്വേഷണം നടക്കുന്നു എന്നാണ് പറഞ്ഞത്. മൂന്ന് തലത്തിൽ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അജിത് കുമാറിനെതിരായിട്ട് തെളിവ് വല്ലതും കിട്ടിയോ എന്ന് നമുക്കറിയില്ല. പോലീസ് മേധാവി എന്തോ ഒരു അന്വേഷണം നടത്തി ആണെന്നും പെണ്ണെന്നും പറയാവുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തായിട്ട് പത്രത്തിൽ വായിച്ച അറിവ് നമുക്കുള്ളൂ. ഏതായാലും PV അൻവർ പോലും ഇപ്പോൾ അജിത് കുമാറിനെ കൈവിട്ട ഒരവസ്ഥയാണ്. അങ്ങനെ ഒന്നും പറയാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഈ സ്ക്രീനിങ് കമ്മിറ്റി യോഗം ചേർന്ന് അജിത് കുമാറിനെ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ലിസ്റ്റിൽ പെടുത്തണമോ വേണ്ടയോ എന്ന കാര്യം പരിഗണിച്ചത്. ചീഫ് സെക്രട്ടറി നമുക്കറിയാം, വളരെ യോഗ്യയായ ഉത്തരവാദിത്ത ബോധമുള്ളൊരു ഉദ്യോഗസ്ഥയാണ്. അവർ ബന്ധപ്പെട്ട ഫയലൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ അജിത് കുമാർ ആൾ യോഗ്യനാണ്, സൽസ്വഭാവിയാണ്, സർവ്വഗുണ സമ്പന്നനാണ്, സുസ്മേരവദനനാണ്, കാണാനും സുന്ദരനാണ്. ഏത് നിലയ്ക്ക് DGP സ്ഥാനത്തേക്ക് പ്രൊമോഷന് അർഹനാണ്, അല്ലെങ്കിൽ പറയത്തക്ക അനർഹതയൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് മനസ്സിലായി. ഇല്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ശുപാർശയോട് കൂടിയിട്ട് മന്ത്രിസഭാ യോഗത്തിൽ സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിൻ്റെ സർവ്വതോമുഖമായ കഴിവുകളെക്കുറിച്ച് നേരത്തെ തന്നെ നല്ല ധാരണയുണ്ട്, തികഞ്ഞ ധാരണയുണ്ട്. അജിത് കുമാർ വളരെ യോഗ്യനായ, കർത്തവ്യ വ്യഗ്രനായ ഒരു ഉദ്യോഗസ്ഥനാണ്. എന്ത് ജോലി ഏൽപ്പിച്ചാലും കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. മുഖ്യനെ കാണുമ്പോൾ മാത്രമല്ല, ടീച്ചർ കാണുമ്പോഴും സല്യൂട്ട് അടിക്കുന്ന ആളാണ്. ക്ലിഫ് ഹൗസിൽ ചെല്ലുമ്പോൾ കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കുന്ന സ്വഭാവക്കാരനാണ്. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലിരിക്കുമ്പോഴും, അതല്ല വീട്ടിലിരിക്കുമ്പോഴും, അല്ല ഭാര്യ വീട്ടിലിരിക്കുമ്പോഴും എന്ത് ആജ്ഞയും അനുസരിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു ബ്ലൂ ഐഡ് ബോയാണ് ഈ MR അജിത് കുമാർ. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തെ പണ്ടേ വിശ്വാസമാണ്. മുഖ്യമന്ത്രിയുടെ ഇടംകൈ അജിത് കുമാറും വലംകൈ P ശശിയുമായിരുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ മുഖ്യൻ്റെ കവച കുണ്ടലങ്ങളായിരുന്നു. അങ്ങനെ ഈ കുണ്ടലമായിരുന്ന ഇദ്ദേഹത്തെ ആണ് PV അൻവറിൻ്റെ വാക്ക് കേട്ട് ബലി കഴിക്കേണ്ടി വന്നത്. CPIക്കാരും അവരുടേതായ പങ്ക് വഹിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നിട്ട് PC ചാക്കോ പോലും അജിത് കുമാറിനെ മാറ്റണം എന്ന് മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ക്രമസമാധാന പരിപാലന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. പക്ഷേ മറ്റെല്ലാ ചുമതലകളും അദ്ദേഹം ഭംഗിയായിട്ട് ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ചുമതലയും വഹിക്കാൻ മടിയില്ലാത്ത, യാതൊരു മനസ്താവുമില്ലാത്ത, മനക്ലേശമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. അപ്പോൾ അദ്ദേഹത്തെ പോലെ യോഗ്യനായ ഒരാളെ ഇങ്ങനെ അൻവറിൻ്റെയൊക്കെ ആരോപണത്തിൻ്റെ പേരിൽ മാറ്റാൻ പറ്റില്ല. പണ്ട് ഭഗവാൻ ശ്രീരാമൻ ഏതോ ഒരു അലക്കുകാരൻ്റെ വാക്ക് കേട്ട് ഭാര്യയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഭഗവാൻ ശ്രീരാമനൊന്നുമല്ല കേരള മുഖ്യമന്ത്രി, അദ്ദേഹം പിണറായി വിജയനാണ്. എന്നാൽ പോലും ഈ CPIക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ പുള്ളിയെ മാറ്റി നിർത്താൻ തയ്യാറായി. അപ്പോഴാണ് ക്യാബിനറ്റിൽ ഇങ്ങനെ ഒരു ശുപാർശ വരുന്നത്. മുഖ്യമന്ത്രി ശുപാർശ എടുത്ത് വായിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല എന്ന് പുള്ളിക്ക് ബോധ്യമായി. എന്നാൽ അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ലിസ്റ്റിൽ പെടുത്തിക്കളയാം എന്ന് തീരുമാനിച്ചു. ഇതിൻ്റെ അർത്ഥം നാളെ മറ്റന്നാളോ പുള്ളിയെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതല്ല. അതിന് ഇനിയും താമസമുണ്ട്. ഇനി വേക്കൻസി വരുന്ന മുറയ്ക്ക് ഇദ്ദേഹത്തെ DGP ആക്കാൻ സർക്കാർ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ കാര്യം. അല്ലാതെ പലരും വിചാരിക്കുന്ന പോലെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇദ്ദേഹം DGPയുടെ കസേരയിൽ കയറിയിരിക്കും, പിന്നെ സംസ്ഥാനത്തെ പോലീസ് ഭരണം കൈയാളും എന്ന്. അങ്ങനെയൊന്നുമല്ല. ഇവരൊക്കെ ആക്ഷേപമായിട്ട് വരുന്ന പുള്ളി RSS മേധാവികളെ നേരിട്ട് കണ്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അത് സർവീസ് റൂൾസ് അനുസരിച്ച് ഒരു കുറ്റമൊന്നുമല്ല, അത് പെരുമാറ്റ ദൂഷ്യവുമല്ല. മാത്രമല്ല, പുള്ളി എന്തിനാണ് ഈ വളരെ ബന്ധപ്പെട്ട് തലയിൽ മുണ്ടക്കിട്ട് RSS മേധാവികളെ കാണാൻ പോയതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അല്ലാണ്ട് അജിത് കുമാറിൻ്റെ അമ്മായിയപ്പൻ RSSൻ്റെ വല്ല നേതാവാണോ? അല്ല. RSSൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതുമല്ല. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് രാജ്യം ഭരിക്കുന്ന RSSുമായിട്ട് പല വിധത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ആർക്കും നിലനിൽക്കാൻ പറ്റുകയില്ല. സഖാവ് E.P. ജയരാജൻ തന്നെ പറഞ്ഞില്ലേ, കട്ടൻ ചായ പരിപ്പോടൊക്കെ കാലം കഴിഞ്ഞു പോയി.
ഇപ്പോൾ എല്ലാവരും സഹകരിച്ച് എല്ലാവരും സഹവർത്തിത്വത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതറിയാവുന്നതുകൊണ്ടാണ് മുഖ്യൻ ഈ അജിത് കുമാറിനെ ഒരു ഹനുമാനായിട്ട് അല്ലെങ്കിൽ സുഗ്രീവനായിട്ട് RSS നേതാക്കന്മാരുടെ അടുത്തേക്ക് വിട്ടത്. അദ്ദേഹം പോയ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു, അതിലൊന്നും ഒരു തെറ്റും പറയാനില്ല. പക്ഷേ ഇവിടെ ഈ മീഡിയ വൺ ചാനലൊക്കെ പറയുന്നത് ഇയാളൊരു ഭയങ്കര RSSകാരനോ RSS പക്ഷപാതിയൊക്കെയാണത്. അങ്ങനെയൊന്നുമല്ല. പുള്ളിക്ക് കൂറും വിധേയത്വമുള്ളത് മുഖ്യമന്ത്രിയോട് മാത്രമേ ഉള്ളൂ. അത് മുഖ്യമന്ത്രിക്കും അറിയാം. അതുകൊണ്ട് യോഗ്യനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രൊമോഷൻ തടയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെ ആ പട്ടികയിൽ പെടുത്തി. ഇതിൻ്റെ അർത്ഥം ഇനി ഒരിക്കലും ഇദ്ദേഹത്തെ ക്രമസമാധാന പരിപാലന ചുമതല കൊടുക്കില്ല എന്നൊന്നുമല്ല, അതിന് കൊടുക്കും. സംസ്ഥാന പോലീസ് മേധാവിയുടെ പോസ്റ്റ് വേക്കൻ്റായിട്ട് വരുമ്പോൾ അജിത് കുമാറിനായിരിക്കും ഒന്നാമത്തെ മുൻഗണന. അതിലാർക്കും സംശയമുണ്ട്. ഈ MR അജിത് കുമാറിന് അത്ര യോഗ്യനായ, അത്ര സത്യസന്ധനായ, അത്ര സൽഗുണസമ്പന്നനായ, അത്രയും കർത്തവ്യ വ്യഗ്രനായ ഒരു ഉദ്യോഗസ്ഥനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരാൾക്കും പറ്റുകയില്ല. ഞാൻ ഒറ്റക്കൊരു ഉദാഹരണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കോടിയേരി ബാലകൃഷ്ണൻ നമുക്കൊക്കെ അറിയാമല്ലോ. CPMൻ്റെ ദീർഘകാലം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹം മരിച്ച് ഏതാനും ദിവസങ്ങൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വിനോദിനി ബാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുമ്പിലോന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ശരിയായ രീതിയിലുള്ള ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരം കിട്ടിയില്ല. അത് ഞങ്ങൾക്ക് വലിയ ദുഃഖമായി എന്ന് പറഞ്ഞു. ആ ദുഃഖം എന്ന് പറഞ്ഞതിൻ്റെ 2-ാം ദിവസം ഈ വിനോദിനി ബാലകൃഷ്ണൻ്റെ സഹോദരൻ ട്രിവാൻഡ്രം ക്ലബ്ബിലാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ പണം വച്ച് ചീട്ട് കളിക്കുമ്പോൾ പോലീസ് പിടിച്ചു. അവിടെ വെച്ച് ഇത് ആരോ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇയാൾ ചീട്ടുകളി നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് പോലീസ് അവിടെ ചെന്നപ്പോൾ ഈ കോടിയേരിയുടെ അളിയനാണ്. ആ ഉദ്യോഗസ്ഥൻ അപ്പം തന്നെ ADGP അജിത് കുമാറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കോടിയേരി സഖാവിൻ്റെ അളിയനാണ് പണം വച്ച് ചീട്ട് കളിക്കുന്നത്, എന്ത് ചെയ്യണം എന്ന്. അജിത് കുമാർ പറഞ്ഞു, കോടിയേരിയുടെ അളിയനല്ല, ആ അമ്മായപ്പനാണെങ്കിൽ പോലും ഒരു വിട്ടുവീഴ്ചയില്ല, ഉടനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് പോലീസ് തൂക്കിയെടുത്തു. അപ്പം തന്നെ ഈ അജിത് കുമാർ തന്നെ ബന്ധപ്പെട്ട എല്ലാ ചാനലുകാരെയും വിളിച്ചു പറഞ്ഞു, എല്ലാ പത്രക്കാരെയും വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം ആ പത്രത്തിൽ ചാനലിലൊക്കെ വലിയ വാർത്ത വന്നു. എന്താ കാര്യം? അതാണ് അജിത് കുമാർ. കോടിയേരി ബാലകൃഷ്ണൻ്റെ അളിയനാണെന്ന് വെച്ചിട്ട് നിയമത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് മാത്രമല്ല, ഇയാളെ അറസ്റ്റ് ചെയ്തവരപ്പം തന്നെ മാധ്യമങ്ങളെ അറിയിച്ചു. അതാണ് അജിത് കുമാർ. അങ്ങനെ ഒരാളെയാണ് ഇവിടെ DGP ആക്കുന്നതിന് ഈ തൽപര കക്ഷികൾ എതിർക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ മഹാപാപമാണ്. ഇതുപോലെ യോഗ്യന്മാരായ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് എവിടെ കിട്ടും? ഒരിക്കലും അതൊന്നും സമ്മതിക്കാൻ പറ്റിയില്ല. അതാണ് ഇപ്പോൾ ഈ P. വിജയൻ IPS ഗംഭീരനായിരുന്നില്ലേ, അദ്ദേഹമാണ് ഈ എലത്തൂർ തീവെപ്പ് കേസിൽ ട്രെയിൻ തീവച്ചിട്ട് നാട് വിട്ടുപോയവനെ രത്നഗിരി ജില്ലയിൽ പോയി അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവാദിത്വം എടുത്തത്. അതിൻ്റെ 2-ാം ദിവസം വിജയനെ സസ്പെൻഡ് ചെയ്തു. കാര്യം എന്താ? വാർത്താ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു. വലിയ തെറ്റല്ലേ? ഭയങ്കരമായ തെറ്റാണ്. ഉടനെ തന്നെ വിജയനെ സസ്പെൻഡ് ചെയ്തു. ഒരു ഗ്രേഡ് SI ഉണ്ടായിരുന്നു, അയാളെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. അദ്ദേഹത്തെക്കുറിച്ച് പല ആക്ഷേപങ്ങളും പല തോന്നിവാസങ്ങളും പലരും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പറയുന്നുണ്ട്, തൽപര കക്ഷികൾ പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, PV അൻവറും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഗൗനിക്കേണ്ട ആവശ്യമില്ല. അജിത് കുമാറിനെ പോലെ പ്രഗത്ഭനായ ഒരാളുടെ സേവനം പോലീസിൻ്റെ ടോപ്പ് ലെവലിൽ ആവശ്യമുണ്ടെന്നുള്ള കാര്യം വേറെ ആരെക്കാൾ നന്നായിട്ട് പിണറായി സഖാവിനറിയാം. അതുകൊണ്ടുള്ള ആ സഖാവിനെ നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് അവിടെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അജിത് കുമാർ കേരളത്തിൻ്റെ പോലീസ് മേധാവിയായി കാണാൻ ആഗ്രഹം വച്ച് പുലർത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.